സാധനം ചോദിക്കാതെ എടുക്കരുത്. നിന്റെ സാധനം ഒന്നും എഴുതി വെച്ചില്ല, പല പ്രാവശ്യം ഞാൻ പറഞ്ഞു. എന്തോന്നടി നിന്റെ സ്വഭാവം? നിനക്ക് സ്വഭാവം ശരിയല്ല കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല, നിന്നെ കണ്ടല്ലേ പഠിക്കണം. അങ്ങനെ ഓ, ഞാൻ ഇങ്ങനെയല്ലേ കാണിക്കുന്നത്? ഒരു ഐലൈനർ എടുത്തതിനാണ് ഇങ്ങനെ ചോദിക്കാതെ എടുത്തിരിക്കുന്ന അമ്മ. കുഴപ്പമില്ല, പോട്ടെ. എന്ത് ഇങ്ങനെ ഇരിക്കുന്നത്? എന്ത്? ഇല്ല, ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചോണ്ടിരുന്നതാ. എനിക്കേ ഷീബയുടെ മോളുടെ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം വരുന്നു. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ? മോക്കല്ല, ഷീബ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നെ. ഇപ്പം എന്താ കാര്യം? എന്താ? അവള് ഡിവോഴ്സായി. എന്തോന്ന്? ഷീബ എന്റെയോ? കാരണം എന്താ? കാരണങ്ങൾ എന്താണ് സാധാരണ ഡിവോഴ്സ് ആവുന്നത്? ചേർച്ച കുറവ്, അങ്ങോട്ടും ഇങ്ങോട്ടും പൊരുത്തപ്പെട്ട് പോകാൻ പറ്റുന്നില്ല, അതൊക്കെ തന്നെ കാരണം. എല്ലാ വീട്ടിലുള്ള പ്രശ്നങ്ങൾ. അയ്യോ, അവര് തമ്മിൽ അങ്ങനെ യാതൊരു പ്രശ്നവും ഇല്ലല്ലോ. എന്ത് സ്നേഹമാണ് രണ്ടുപേരും. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. നമ്മള് കാണുമ്പോ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നിട്ടുണ്ടാവില്ല, പക്ഷെ വീട്ടില് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും. പുറത്തൊക്കെ പോകുമ്പോ വലിയ അഭിനയിച്ച് കാണിക്കുന്നൊക്കെ ആയിരിക്കാം അല്ലേ? ഇവിടെ വരുമ്പോഴൊക്കെ എന്തായിരുന്നു അല്ലേ? അല്ല അമ്മ, ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ. ഇവര് കല്യാണം കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 20-21 വർഷമായി കാണുമല്ലോ. പിന്നെ അതുവരെ പ്രശ്നമില്ലാതെ മുന്നോട്ട് പോയിട്ട് ഇപ്പൊ ഡിവോഴ്സ് ചെയ്യേണ്ട ആവശ്യം എന്താണ്? അമ്മ, സാധാരണ എന്തെങ്കിലും ചേർച്ച കുറവ് എന്തെങ്കിലും ഉണ്ടാകുമ്പോഴേ 20 വർഷമൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുമോ? പിരിയണ്ടായിരുന്നു. 1-2 വർഷം കഴിയുമ്പോ അങ്ങ് പിരിയേണ്ടതല്ലേ? മക്കളെ, കല്യാണം കഴിഞ്ഞ് അധികം താമസിക്കാതെ തന്നെ പ്രശ്നങ്ങളൊക്കെ അവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ അതൊന്ന് സോൾവ് ചെയ്തെടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ശ്രമമായിരിക്കുമല്ലോ. രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വീടുകളിൽ നിന്ന് വരുന്ന ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് ഉള്ള ആൾക്കാർ തമ്മിലല്ലേ കല്യാണം കഴിക്കുന്നത്. എല്ലാ കപ്പിൾസും ഈ മെയ്ഡ് ഫോർ ഈച്ച് അതർ ഒന്നും ആയിരിക്കില്ല. കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും അവർ നല്ല എന്താ പറയുക കപ്പിളായി മാറുന്നത്. പക്ഷെ ചിലര് അത് ശ്രമിച്ചിട്ടും സക്സസ്ഫുൾ ആവത്തില്ല. ഇപ്പൊ ഒരു കാര്യം പറയുകയാണെങ്കിൽ, അവർ ആദ്യം പ്രശ്നം മനസ്സിലാക്കിയിട്ടുണ്ടോ? ഈ പ്രശ്നമൊക്കെ മനസ്സിലാക്കിയെന്ന് വരുമ്പോഴേക്കും പിള്ളേരും ആയി കാണും. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? പിരിയാൻ പറ്റുമോ? മക്കളെ കാര്യം കൂടി ആലോചിക്കണ്ടേ? എടുപിടിയുന്ന സ്വന്തം കാര്യം മാത്രം ചിന്തിച്ചാൽ പോരല്ലോ. കുടുംബത്തിനെ പറ്റി ചിന്തിക്കണം, മക്കളെ പറ്റി ചിന്തിക്കണം, അവരുടെ ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കണം. അപ്പൊ എന്ത് ചെയ്യും? വേണ്ടാന്ന് വെക്കും. അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. പ്രശ്നങ്ങൾക്കിടയിൽ തന്നെ നിന്ന് നീറി അവരങ്ങ് കഴിഞ്ഞു പോവും. കുറച്ചു കാലം കഴിയുമ്പോൾ മക്കള് ഒന്ന് പ്രാപ്തിയാവും, കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു സ്റ്റേജൊക്കെ ആവുമ്പോഴായിരിക്കും ഈ അച്ഛനമ്മമാർക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്നത്. ഓക്കെ, ഇനി നമ്മൾ തമ്മിൽ പിരിഞ്ഞാലും മക്കൾ അഡ്ജസ്റ്റ് ചെയ്യും, അവർക്ക് കാര്യം മനസ്സിലാവും എന്നുള്ളൊരു സ്റ്റേജിലെത്തും അല്ലേ? അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് ഇത്രയും നീണ്ടുപോണത്. അവരെ ഇവിടെയൊക്കെ വരുമ്പോ ഭയങ്കര സ്നേഹമൊക്കെ ആയിരുന്നല്ലേ? അമ്മേനെ എന്തുമാത്രം പറയണോ, ഭയങ്കര അസൂയൊക്കെ ആയിരുന്നു. അതെ, മക്കളെന്നെ കണ്ടിട്ടില്ല, അങ്കിള് ഷീബയെടുത്ത് എന്തൊരു സ്നേഹമായിരുന്നു. സത്യം പറഞ്ഞാൽ നിലത്ത് വെക്കൂലായിരുന്നു. ഇതൊക്കെ വാരി കൊടുക്കുന്നു, അടുത്ത് കയറിയിരിക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, എന്തോ. ഈ പറഞ്ഞ പോലെ നമ്മൾ കാണുന്നതല്ല യഥാർത്ഥ ലൈഫ് എന്ന് പറയുന്നത്. അവർ ഈ കർട്ടൻ ഇട്ടിട്ടുണ്ടാവും, അതിന്റെ ഫ്രണ്ടിൽ എത്തുമ്പോഴത്തേക്കും ഭയങ്കര സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആണെന്ന് മറ്റുള്ളവരെ കാണിച്ചുള്ളൊരു ജീവിതം. ഇവരെ ഫാമിലിയിലെ ഫ്രണ്ടിലെ ഡോർ അടഞ്ഞു കഴിഞ്ഞാൽ റിയൽ ആയിട്ടുള്ള കാര്യം എന്താണ് നടക്കണമെന്നുള്ളത് അവർക്ക് തമ്മിൽ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അതാണ് പറയുന്നത്, നമ്മൾ ഒരാളെ കണ്ട് ജഡ്ജ് ചെയ്യാൻ പാടില്ല. അവരുടെ ഇന്നർ കാര്യം നമുക്ക് മനസ്സിലാവൂല, അത്ര പെട്ടെന്ന് മനസ്സിലാവൂല. ഇപ്പൊ തന്നെ ഈ കേസ് സത്യം ഭയങ്കര വിഷമാവുന്നേ. ഇത്രയും സ്നേഹത്തിലൊക്കെ ഇരുന്നിട്ട് എങ്ങനെയായില്ല പോയി, ഒട്ടും പ്രതീക്ഷ. 4 വഴിക്കായി പോവാന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ഒരുമിച്ചൊരു ഭയങ്കര സ്നേഹത്തിൽ ഇരുന്ന ആൾക്കാർ പലരും പല വഴിക്ക് പോകുന്നു. പക്ഷെ അവരവരുടെ സന്തോഷം കണ്ടെത്തുന്നത് ഇനിയായിരിക്കും. ഇത്രയും നാൾ അവരുടെ ലൈഫ് അവരല്ലാതെ ആയിരിക്കും ജീവിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പൊ ഈ ആ കൊച്ചിന്റെ കാര്യം അതെന്തായി? കല്യാണമൊക്കെ ഇനി നോക്കണം. ഈ ഡിവോഴ്സ് ആയി എന്നും പറഞ്ഞ് അച്ഛനമ്മ അല്ലാതെ ആവണില്ലല്ലോ. അച്ഛനും അമ്മയും ഒരുമിച്ച് ജീവിക്കുന്നില്ല എന്നുള്ളതല്ലോ. അമ്മയായിട്ടും അച്ഛനായിട്ടും ഉണ്ടാവും. മക്കളെ കാര്യം വരുമ്പോ ഒരുമിച്ച് ചേരും. കുട്ടി എന്തായാലും അമ്മയുടെ കൂടെയാണ് ഇപ്പൊ. അവള് ഡിസിഷൻ എടുത്തതാണ്. നമ്മളിങ്ങനെ ഭയങ്കര പെർഫെക്റ്റ് ആണ്, ഹാപ്പി കപ്പിളാണ് എന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്ന പലരുടെയും ലൈഫ് ഇതുപോലെ ആയിരിക്കും അല്ലേ? ഈ അഗ്നിപർവ്വതം പുകഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ എപ്പോഴാണ് പൊട്ടിത്തെറിക്കണമെന്ന് പറയാൻ പറ്റും. സെലിബ്രിറ്റീസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കും. നമ്മൾ അവരെ ഫോട്ടോ ഒക്കെ കാണുമ്പോൾ ഇതുപോലെ ആവണം. എല്ലാവരും ഭയങ്കര സ്നേഹമാണെന്ന് വിചാരിക്കും, പക്ഷെ ഉടനെ ഡിവോഴ്സും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇന്നത്തെ കാലത്ത് ഈ ഡിവോഴ്സിന്റെ ഇത് കൂടി വരികയാണ്. പണ്ടൊക്കെ ആണെങ്കിൽ ഒരു പേടിയാണ്, മറ്റുള്ളവർ എന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, വീട്ടുകാർക്ക് വിഷമാവുമോ എന്ന് കരുതിയിട്ട് മാറ്റി വെക്കുമായിരുന്നു. ഇപ്പൊ ആൾക്കാർ കുറെ കൂടി ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് അവരവരുടെ ഡിസിഷനൊക്കെ എടുക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്വാതന്ത്ര്യമൊക്കെ കൂടുതൽ കിട്ടി. അല്ല, ഞാനിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണതേ,
മക്കൾ അച്ഛനെ എപ്പോഴും ഈ മണി 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 എന്ന് വിളിച്ച് നമ്മളെ അടുത്ത് ഇങ്ങനെ തലയിലെടുത്ത് വെച്ചേക്കല്ലേ, ഇതേപോലെ വല്ലതെടുത്ത് വലിച്ചെറിയുമോ നമ്മളെ? ഒരു സംശയം ഇല്ലാതില്ല. അല്ല അതും ശരിയാണ്. അച്ഛനും ചിലപ്പോ നമ്മളെയൊക്കെ ഓർത്തിട്ട് അമ്മയുടെ അടുത്ത് സ്നേഹം ഇങ്ങനെ നടിക്കുന്നതാണെങ്കിലോ അല്ലേ. നമ്മളെ കെട്ടിച്ചു വിടാറുള്ള പ്രായമായി, കല്യാണ സമയത്ത് അമ്മയും അച്ഛനും ഡിവോഴ്സ് ആണെന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ കല്യാണം ഒന്നും നടക്കൂല, അങ്ങനെയൊക്കെ സിറ്റുവേഷൻ ഉണ്ടായി കഴിഞ്ഞാലോ. അത് ഓർത്ത് മക്കളുടെയൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷം പിന്നെ പതിയെ ഇതുപോലെ ഡിവോഴ്സിനെ പറ്റിയൊക്കെ ചിന്തിക്കാന്നുള്ള ഒരു ചിന്താഗതി അച്ഛന്റെ മനസ്സിലുണ്ടെങ്കിലും അല്ലേ? അല്ല ഉണ്ടെന്നല്ല ഞാൻ പറയണേ, ഉണ്ടെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ? പറഞ്ഞത് 100% ശരിയാണ്. അതായിരിക്കും എല്ലാം അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോകുന്നത്. അച്ഛന് പല സമയത്തും ദേഷ്യം വരുമ്പോഴും ഞങ്ങളുടെ മുഖം ഇങ്ങനെ ഒന്ന് നോക്കും, നിരീക്ഷിച്ചിട്ട്. അതായിരുന്നല്ലേ എനിക്കും തോന്നി. എനിക്ക് പലവട്ടം തോന്നിയിട്ടുള്ള കാര്യമാണ്. ഇനി ഞങ്ങളെ കെട്ടിച്ചിടുമ്പോഴായിരിക്കും അച്ഛന്റെ സ്വഭാവം തനി പുറത്ത് എടുത്തിട്ട് മണി എനിക്ക് ഈ ബന്ധം വേണ്ട, നിന്നെ ഇത്രയും വർഷം ഞാൻ സഹിക്കായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഡിവോഴ്സ് എന്ന് പറയും. അമ്മ കണ്ടോ മാരകം. അച്ഛൻ അങ്ങനെ പറയൂ? അല്ല പറയൂന്നല്ല, ഞങ്ങൾ ഇതുവരെ പറയുന്നു പറഞ്ഞിട്ടില്ല. സാധ്യതയുണ്ട്. ഭാവിയിൽ എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. അമ്മ സൂക്ഷിച്ചോ, ഞങ്ങൾ ഉള്ളോണ്ട് ഇങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു. അങ്ങനെയൊന്നുമല്ല രവിയേട്ടൻ എന്നോട് വലിയ കാര്യമാണ്. ഞാൻ കഴിഞ്ഞുള്ളൂ, നിങ്ങൾ അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഞങ്ങള് അല്ല എനിക്കെന്തോ തോന്നി. തോന്നും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തോന്നലുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻ കാണിച്ച ഇവിടെ എന്നുണ്ട്? എന്തോന്ന്? ഇല്ലല്ല, എനിക്ക് തോന്നിയതായിരിക്കും. ആക്ഷൻ കാണിക്കാൻ സീരിയസ് ഒരു സംഭവം. സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയുമ്പോ എന്താ ആക്ഷൻ കാണിക്കുന്നത്? കൊച്ചു പിള്ളേരാണോ? ഡിവോഴ്സ് ചെയ്യണമെന്ന് പറയോ? മക്കളെ, അയ്യോ കൈ ഓടി വാ. അമ്മയ്ക്ക് എണിക്കാൻ പറ്റണില്ല, ഓടി വാ, ഹെൽപ്പ് ചെയ്യ് അമ്മേ. എന്റെ ഭഗവാനെ, മക്കളെ ഓടി വാ. ഇതെങ്ങനെ ഈ അമ്മയുടെ കാര്യം അമ്മ ശ്രദ്ധിക്കണ്ട അമ്മ. പതിയെ കൈയിടിച്ച് വീണു മക്കളെ. പറയണ്ടേ, ഇവള് ചെയ്യൂലായിരുന്ന? നിങ്ങൾ പറഞ്ഞേ ചെയ്യൂലല്ലോ, ഞാൻ ചെയ്തപ്പോ വീണു പോയി. ഫ്രാക്ചർ ആയോ എന്തോ? നല്ല വേദനയുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഹോസ്പിറ്റലൊന്നും വേണ്ട മക്കളെ, ഒരു കാര്യം ഞാൻ തൈലം എടുത്തോണ്ടൊന്ന് നിട്ടുന്നാ മതി. അമ്മ തൈലൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ ഇത് ഫ്രാക്ചർ ആയിട്ട് ബോൺ വല്ല ഡിസ്പ്ലേസ്മെന്റ് ആയോ എന്ന് ആർക്കറിയാം? ആ കുഴപ്പമില്ല, തൈലം ഇട്ട് നോക്കാം മതി. അമ്മ ഹോസ്പിറ്റലിൽ കാണിക്കാൻ അമ്മ പറയണേ. ഇല്ല കുഴപ്പമില്ല മക്കളെ, പറഞ്ഞ മനസ്സിലാക്ക്. ചെല്ല്, നീ തൈലം എടുത്തോണ്ടോ. ആരെയും തൈലം ഇട്. നീ അച്ഛനെ ഒന്ന് വിളിക്ക്. അച്ഛനെ വിളിക്കുന്നു വേണ്ട, അച്ഛൻ പേടിച്ച് ഓടിങ്ങ് വരും. ഓഫീസിൽ ഇരിക്കുന്ന മനുഷ്യനെ പിടിച്ച് പേടിപ്പിക്കല്ലേ നിങ്ങൾ വാ. ശരിയല്ല, ആവൂല. എടി നീ വിളിക്കണേ. അച്ഛനെ വിളിച്ചാലും ശരിയാവുള്ളൂ. അച്ഛനെ വിളിക്കട്ടെ. അയ്യോ തൈലം ഇടാം വാ. അയ്യോ ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കയില്ല. അയ്യോ ഹലോ ഹലോ അച്ഛാ. അച്ഛാ അവിടെ ഓഫീസിൽ തിരക്കുണ്ടോ? ഇപ്പൊ ഇറങ്ങാൻ പറ്റുമോ അവിടെ നിന്ന്? അല്ല ടെൻഷൻ അടിക്കൊന്നുമില്ല, അമ്മ ചെറുതായിട്ടൊന്ന് വീണു. കുഴപ്പമൊന്നുമില്ല. ഇല്ല ചെറിയ വേറെ വേദന മാത്രമേ ഉള്ളൂ കയ്യിൽ. ഒന്ന് വരൂ, പെട്ടെന്ന് വരുമോ? ഓക്കെ അച്ഛാ, ഓക്കെ. വഴിയില് പിങ്കി, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് എന്റെ കൈ പൊട്ടിയത്? വിരല് ഫ്രാക്ചർ ആയില്ല എന്ന് പറഞ്ഞ് ഞാൻ 2 ദിവസം അതും കൊണ്ട് നടന്നു. നീരൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ല. അവസാനം എന്തായി? ഫ്രാക്ചർ ആയി. ആ ലിഗമെന്റ് ജോയിന്റ് ആവാൻ എത്ര നാളെടുത്തു. ഇപ്പോഴും ഒരു പിടുത്തോണ്ടടി. ഇപ്പൊ ഒന്ന് മയങ്ങിയതേ ഉള്ളൂ. വീണത് പുറത്തെ അമ്മ തുടച്ചോണ്ടിരിക്കുകയാണ്. അശ്വതി കൊണ്ടുപോകാൻ ഞാൻ 100 വട്ടം അമ്മയുടെ അടുത്ത് പറഞ്ഞു പോവാന്ന്. അപ്പൊ അമ്മയ്ക്ക് വേണ്ട, പോകണ്ട, പ്രശ്നമൊന്നുമില്ല. ചെലവാന്ന് വിചാരിച്ചിട്ടാണല്ലോ പറയുന്നത്. കൊണ്ടുപോകണം. അത് ശരിയാവില്ല. കാര്യം അറിയുമോ, കൈയാണ്, പ്രത്യേകിച്ച് റിസ്റ്റ് ആണ്, ചെറിയ നീര് വരുന്നുണ്ട്. അതെ, ചിലപ്പോൾ ലിഗമെന്റ് ടയർ, എയർലൈൻ ഫ്രാക്ചർ ഒക്കെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ എക്സ്റേ എടുത്താലേ അറിയുള്ളൂ. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം.
എന്ത് ചെയ്യും? മണി അമ്മ അച്ഛൻ അച്ഛൻ വന്നു. എടി പതുക്കെ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. പതുക്കെ. ഹോസ്പിറ്റലിൽ ഇത്രയ്ക്കൊന്നും ഇല്ല രവിയേട്ടാ, ചെറിയ വേദന അത്രേ ഉള്ളൂ. ചെറിയ വേദന എന്ന് പറഞ്ഞോണ്ടിരിക്കുക. നീ പൊതുവെ വേദന സഹിക്കുന്നവളാണ്. നീര് വരുന്ന കണ്ടോ മണി? ഞാൻ പിള്ളേരുടെ അടുത്ത് പറഞ്ഞതാണ് രവിയേട്ടനെ വിളിച്ച് നീ പിള്ളേരെ വഴക്ക് പറയാം. നമുക്ക് ഹോസ്പിറ്റലിൽ പോകാൻ മണി. റിസ്റ്റ് അല്ലേ, കാണിക്കാം, ഡോക്ടറെ കാണിക്കാം. കുഴപ്പമില്ല, മുറിവെണ്ണയൊക്കെ ഇട്ടൊന്ന് തടവി എടുക്കുമ്പോ മാറാന്നുള്ളേ ഉള്ളൂ. എന്തായാലും ഹോസ്പിറ്റലിൽ പോയി എക്സ്റേ എടുക്കുന്ന കുഴപ്പമില്ലല്ലോ മണി, നമുക്ക് പോകാം. പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് പിന്നെ പോവാം, ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ജസ്റ്റ് സമാധാനത്തിൽ ഇവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്താ പോവൂലേ? മാറും. നീ കൈ വെച്ചൊരു പണിയൊക്കെ ഹോസ്പിറ്റലിൽ ചെന്ന് വേണമെങ്കിൽ ഒരു ബാൻഡേജ് ചെയ്യുമ്പോൾ ഡോക്ടറെ കാണാം ആദ്യം. ബാ പറയുന്ന കേക്ക് മണി, നീ വാശി പിടിക്കാതെ ഞാൻ വാശി പിടിക്കുന്നല്ല, എനിക്കറിയാം വലിയ പ്രശ്നമില്ല. ഒരു കാര്യം ചെയ്യും, നീ എന്നാ അകത്ത് വന്ന് റെസ്റ്റ് എടുക്കുക. ബെഡ്ഷീറ്റിൽ എണ്ണ ഉണ്ടല്ലോ എന്ന് കരുതി ഇവിടെ കിടന്നാണ്. എന്തായാലും നമുക്ക് ഹോസ്പിറ്റലിൽ പോകണം. വള അലമാരയിലെടുത്ത്. മക്കളെ, അമ്മ വല്ലതും കഴിച്ചായിരുന്നോ? അമ്മ രാവിലെ കഴിച്ചു. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഒരു ചായ ഇടാം, ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട്. പിന്നെ ഞാന് ലീവ് എടുത്തെന്ന് വെച്ചാലേ എന്റെ സുഖമില്ലാതെ കിടക്കുന്ന ഭാര്യയെ പരിചരിക്കാനാണ്, മനസ്സിലായോ? ആയിക്കോട്ടെ. ഫുഡ് ആയില്ലേ അച്ഛാ? ഭയങ്കര വിശപ്പച്ചാ. ഇപ്പൊ ആവും മക്കളെ. ഇതൊന്ന് കറിയൊന്ന് റെഡിയായാൽ മതി. അതെ, അമ്മയുടെ കയ്യിൽ എണ്ണ ഇട്ട് ഇങ്ങനെ തടവിക്കൊണ്ടിരുന്ന അതാ വൈകിയത്. അതെ, ഞാൻ പെട്ടെന്ന് തന്നെ റെഡിയാക്കാം, ഉടനെ വിളിക്കാം. ഓക്കെ. ഭക്ഷണം ആയില്ലെന്ന് ചോദിക്കണം നേരത്തെ. അച്ഛനൊന്ന് സഹായിച്ചു കൊടുത്തു. അമ്മ അച്ഛൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞതാ സഹായിക്കാന്ന്. പോയിരുന്ന് പഠിക്കാൻ അച്ഛനാണോ പറഞ്ഞത്? അമ്മ അങ്ങനെയൊക്കെ പറയാം. നിങ്ങൾ അതൊന്നും നോക്കണ്ട, നിങ്ങൾ പോയിരുന്നു പഠിക്കുക കേട്ടോ. ഇതൊക്കെ അച്ഛൻ നോക്കിക്കോളാം. ഞാൻ ഉടനെ വിളിക്കാം. അച്ഛാ വൈകല്ലേ അച്ഛാ വിളിക്കാൻ, ഞാൻ തലയിറങ്ങി വീഴും. അവള് തല ഇറങ്ങി വീണാലും കുഴപ്പമൊന്നുമില്ല, അച്ഛൻ പതിയെ ചെയ്താൽ മതി. ഓ, പെട്ടെന്ന് തന്നെ അച്ഛൻ റെഡിയാക്കാം. പഠിക്ക്. പാവങ്ങള് മുങ്ങിയതാണ്. അല്ല, എന്തോ അവര് പഠിക്കട്ടെ. പിങ്കിക്കാണെങ്കിൽ ഇപ്പൊ പഠിക്കാൻ കുറച്ച് ഉത്സാഹവും ഉണ്ട്. അവിടെ രണ്ടും കൂടെ അടി ഉണ്ടായിക്കൊണ്ടിരിക്കുക, അത്ര തന്നെ ഉള്ളൂ. പണി നടക്കട്ടെ. കഴിക്കേ. നീ വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരുന്നല്ലോ, കഴിക്കും മണി. ഇറങ്ങണ്ട രവിയേട്ടാ, ഇതും കൂടെ കഴിക്കും. മതി എനിക്ക് കഴിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ. ഞാൻ പിന്നെ ഉച്ചയ്ക്ക് കഞ്ഞി വല്ലതും കുടിച്ചോളാം. ഇറങ്ങണില്ല. എല്ലാത്തിനും മടി കാണിക്കാതെ മണി, കുറച്ച് ഞാനേ ഒന്നാമത് ഒരുപാട് നേരം ഉറങ്ങിപ്പോയി. ഇത്രയും സമയം കിടന്ന് ഉറങ്ങിയിട്ട് എനിക്ക് വിശപ്പായില്ല, കഴിക്കാനുള്ള സമയമായില്ല. അതുകൊണ്ട് എന്നെ വിളിക്കാത്തെന്ത്? അതെ, പിള്ളേരും ഒന്ന് വിളിച്ച്, നീ അറിഞ്ഞില്ല, നല്ല ഉറക്കം. അപ്പൊ ഞാൻ പറഞ്ഞു പിന്നെ ഉറങ്ങണേ വിളിക്കണ്ടെന്നും പറഞ്ഞു. അല്ലേ, ഞാൻ ഇത്ര നേരം ഒന്നും ഉറങ്ങാത്തതാണ്. സാധാരണ എനിക്ക് ഉറങ്ങാനേ പറ്റൂല, ഡീപ് സ്ലീപ്പ്. എന്തൊക്കെയോ സ്വപ്നം കണ്ടു ഉറങ്ങി. നീ വൈകിയല്ലേ ഉറങ്ങിയത്? നല്ല വേദന ഉണ്ടായിരുന്നല്ലോ. കൈ കൊണ്ട് പൊക്കി വേ ഇവിടെ. എന്നിട്ട് പിങ്കി പിന്നെയും വിളിക്കാൻ വന്നു. ഞാൻ പറഞ്ഞു വിളിക്കണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. മതിയോ നിനക്ക്? മതി. അയ്യോ, ഇത് കുറയും തോന്നട്ടെ. ഇന്നത്തെ ഒരു നാളെയൊക്കെ ആവുമ്പോ ശരിയാവുമായിരിക്കും അല്ലേ? ഒരു 2 ദിവസം അനക്കാതെ പോയി. ഇപ്പൊ ഇന്നലത്തെയൊക്കെ പോലെ റെസ്റ്റ് എടുക്കുകയാണെങ്കിൽ 2 ദിവസം കൊണ്ട് പൂർണ്ണമായിട്ട് മാറും. ഇപ്പൊ നല്ല നീര് കുറവുണ്ട്. ഈ വേദനയും കുറയുകയാണെങ്കിൽ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ട് വരില്ല. കേട്ടാ, പിള്ളേരൊക്കെ എവിടെ? പിള്ളേർ ആഹാരം കഴിച്ചിട്ട് പുറത്തിരിപ്പുണ്ട്. അവള് റിങ്കി ഒരു ദോശയെ കഴിച്ചോളൂ. മറ്റേവള് കഴിച്ചു. കുറ്റമൊന്നും പറഞ്ഞില്ലേ? കുറ്റം പറയില്ല, ഇന്ന് നിനക്ക് വയ്യല്ലോ. ഓ, അച്ഛൻ്റെ അടുത്ത് ഒന്നും പറയില്ല, അമ്മയുടെ അടുത്ത് മാത്രമേ ഉള്ളൂ. അവള് കഴിച്ചു. ഓംലെറ്റ് വേണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് ഉണ്ടായി തരാന്ന്. അതൊക്കെ വിട് രവിയേട്ടാ. ഞാനേ വേറൊരു കാര്യം ഇങ്ങനെ. രവിയേട്ടനെ ഷീബയുടെ കാര്യം അറിഞ്ഞോ? ഷീബയുടെ എന്ത് കാര്യം? ഷീബ ഡിവോഴ്സായി. അയ്യോ, ഡിവോഴ്സായ? മണി കുറച്ചു ദിവസം മുമ്പ് ഷീബയുടെ ഹസ്ബൻഡ് ബാങ്കിൽ വന്നിരുന്നേ. അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അവർ തമ്മിലുള്ള പൊരുത്തക്കേടും കുടുംബക്കാരുടെ പ്രശ്നങ്ങളും അതും ഇതും ഒക്കെ പറഞ്ഞു. എന്ന് എനിക്ക് തോന്നി. ഇയാള് പറഞ്ഞ കേട്ടിട്ട് അത് സത്യമാണെങ്കിൽ ഷീബയുടെ പേരിലാണ് മിസ്റ്റേക്ക്. ഷീബയ്ക്ക് ക്ഷമിക്കായിരുന്നു മണി. എന്തോന്ന് രവിയേട്ടാ, ഷീബ എൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷീബയുടെ പോയിന്റിൽ പറയുമ്പോ ഉണ്ടല്ലോ, ഇയാളെ ഒരു രീതിയിലും സഹിക്കാൻ പറ്റില്ല. എന്തൊരു മനുഷ്യനത്. നമ്മളിപ്പോഴല്ലേ കാര്യങ്ങളൊക്കെ അറിയുന്നേ. നമുക്ക് സത്യാവസ്ഥ ഒന്നും അറിഞ്ഞൂടല്ലോ. പരസ്പരം കുറ്റമല്ലേ പറയുള്ളൂ. ആരുടെ പേരിലാണ് ന്യായം എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടല്ലോ. പക്ഷെ എന്തായാലും ആ കൊച്ചിന്റെ കാര്യം നല്ലൊരു മിടുക്കി മോളാ. സത്യം. ഈ
ഡിവോഴ്സ് ആവുന്ന അച്ഛനും അമ്മേ പിള്ളേരുടെ കാര്യം ഓർത്ത നന്നായിരുന്നു. കഷ്ടമാണ്. എന്തുവാടി ഇവിടെ ഈ കാലൊക്കെ പൊള്ളുന്നു. സോറി എടി, എനിക്കൊരു കാര്യം പറയുന്നുണ്ട്. എന്തോന്ന്? നമ്മുടെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എന്റെ വിചാരം? നമ്മുടെ അമ്മയ്ക്ക് എന്തോ പറ്റേ? കൈ വയ്യാത്തോണ്ട് അച്ഛൻ നോക്കുന്നു. കൈവയ്യ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കുന്നു. ഇടി, നമ്മുടെ അമ്മയ്ക്ക് കൈക്ക് ഒരു കുഴപ്പമില്ല. എനിക്ക് പോളി, നീ കണ്ടില്ലേ ഇന്ന് വീണ് കിടന്നത്? പാവം. ഇടി, നമ്മളൊക്കെ മണ്ടിമാര്. അമ്മ നൈസായിട്ട് ഒരു അടവിറക്കിയതാ. ഡ്രിങ്കി, നമ്മ രാവിലെ മറ്റേ ഷീബാൻഡിന്റെ കാര്യമൊക്കെ അമ്മയിരുന്ന് പറഞ്ഞോണ്ടിരുന്നില്ലേ? പറഞ്ഞു. അപ്പൊ അമ്മ അവസാനം പറഞ്ഞില്ലേ, ഇങ്ങനെ അച്ഛനും ഇങ്ങനെയൊക്കെ ആവോ, എന്റെ അടുത്ത് സ്നേഹം ഇല്ലാണ്ടാവൂ എന്നൊക്കെ പറഞ്ഞില്ലേ? ഓ പറഞ്ഞു. അപ്പൊ നമ്മള് മൂപ്പിച്ചല്ലോ. നമ്മൾ നൈസായിട്ട് നെരിയേറ്റി അതങ്ങ് ഏറ്റു. എന്നിട്ട് എന്താന്നോ, എന്നിട്ട് നൈസായിട്ട് അച്ഛന് സ്നേഹം ഉണ്ടോ ഇല്ലേന്ന് അറിയാൻ വേണ്ടി അമ്മ കാണിച്ചൊരു അടവാണിത്. അതാണ് അവിടെ വീട് കിടക്കണ പോലെ കാച്ചു കാണിച്ചു, അയ്യോ മക്കളെ ഓടിവാ റെങ്കി പിങ്കി എന്നൊക്കെ പറഞ്ഞ് വിളിച്ചില്ലേ? എല്ലാ അടവ്. കള്ളി എന്ന് പറഞ്ഞാൽ പെരുങ്കള്ളി. അമ്പടി മണിക്കുട്ടി, ആള് കൊള്ളാലോ. കൈക്കൊന്നും പറ്റില്ല, കാലിനൊന്നും പറ്റില്ല. എന്ത് ഒറിജിനാലിറ്റി ആയിരുന്നല്ലേ അഭിനയം. ഞാൻ ഷീബാൻഡി വിളിക്കുന്ന കേട്ടിട്ടാണ് ഞാൻ ഇത് അറിഞ്ഞേ. അവർ സംസാരിക്കുന്നത് ഷീബാൻഡി നൈസായിട്ട് വിളിച്ചിട്ട് എന്തൊക്കെയാ പറയുന്നത് കേട്ടോ. എന്തോ എന്റെ പിള്ളേര് പറഞ്ഞു എന്റെ ഭർത്താവിന് എൻ്റെ അടുത്ത് സ്നേഹമില്ല എന്ന്. അങ്ങനെ ഞാൻ നൈസായിട്ട് വീണ് ഒരു പ്രയോഗിച്ചു. അപ്പോഴേക്കും എന്റെ ഭർത്താവ് ഹാഫ് ഡേ ലീവ് എടുത്ത് ഓടി വന്നു, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തന്നു, വാരി തന്നു പറഞ്ഞ ഭയങ്കര പൊങ്ങച്ചായിരുന്നു. ഓഹോ, അമ്പടി കള്ളി മണിക്കുട്ടി. അപ്പൊ ഇതൊക്കെ അഭിനയമായിരുന്നല്ലേ? പിന്നെ അല്ലാണ്ട് ഓസ്കാർ കൊടുക്കണം അമ്മ. അഭിനയമായിരുന്നു. ഞാൻ നന്നായിട്ട് വിശ്വസിച്ചു പോയി. ഇങ്ങനെ ഞാൻ വിചാരിച്ചില്ല. ഞാൻ വിശ്വസിച്ചു പോയി. ഓഹോ കള്ളി, എന്തായാലും ചോദിച്ചിട്ട് എന്നെ കാര്യം. അങ്ങനെ അങ്ങനെ നമ്മൾ പെട്ടെന്ന് എന്ന് ചോദിക്കാൻ പാടില്ല. അമ്മ എന്തായാലും നമുക്ക് ഇത്രയും പണി ഇങ്ങോട്ട് വന്നതല്ലേ, തിരിച്ചൊരു പണി കൊടുക്കണോ വേണ്ടേ? തീർച്ചയായിട്ടും വേണം. ആദ്യം നമുക്ക് അച്ഛൻ്റെ അടുത്ത് കാര്യം പറയാം. അച്ഛൻ്റെ അടുത്ത് എന്ന് പറയാം അമ്മയെ കാണിച്ചു മൊത്തം അഭിനയമാണ്. അത് പറഞ്ഞതിന് ശേഷം നമുക്ക് എല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പണി തിരിച്ചു കൊടുക്കാം. എങ്ങനെയുണ്ട്? ഓക്കെ, മണി, ഇവിടെ തണലല്ലേ, അങ്ങോട്ട് വിരിച്ചാലോ വെയിലത്ത്? അത് വേണ്ടല്ലേ കേട്ടോ. അതെ, നരച്ചു ഇവിടെ മതി, തളർത്തു കേട്ടാ. നാളെ മുതൽ ഈ പണിയൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ. വേണ്ട വേണ്ട, നീയേ റെസ്റ്റ് എടുക്ക്, കൈ ശരിയാട്ടോ. നാളെയും കൂടെ ഞാൻ ലീവാണല്ലോ. എന്റെ കൈ ശരിയായി, എനിക്ക് വേദനയൊക്കെ കുറഞ്ഞല്ലോ. വേദന കുറഞ്ഞത് നന്നായിട്ട് റെസ്റ്റ് എടുത്തോണ്ടാണ്, മനസ്സിലായോ? 2 ദിവസം കൂടെ റെസ്റ്റ് എടു, അപ്പം പെട്ടെന്ന് സുഖം. ഇപ്പൊ തന്നെ നല്ല വേദന മാറിയല്ലോ, കുഴപ്പമില്ല. എന്തോന്ന് മണി? അച്ഛ അതെ, എന്റെ ബോക്സിങ്ങിന്റെ അവിടെ നല്ലൊരു ഓർത്തോ ഡോക്ടർ ഉണ്ട്. അമ്മ അവിടെ കൊണ്ട് കാണിക്കാം. അതെ. ഇനിയിപ്പോ എനിക്ക് വേദനയൊക്കെ കുറഞ്ഞല്ലോ. അയ്യോ, വേദന കുറഞ്ഞാലും ചിലപ്പോ നീരുണ്ടല്ലോ, അപ്പൊ എന്തെങ്കിലും പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അതെ മണി, പിള്ളേര് പറഞ്ഞത് ശരിയാ. ഡോക്ടർ പറഞ്ഞ ഞാൻ പറഞ്ഞു നിലത്തൊന്ന് വീണ കാര്യം. അപ്പൊ പറഞ്ഞു എന്തായാലും നേരിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. വച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല, പെട്ടെന്ന് കാണിക്കണം. എന്റെ മക്കളെ, ഇതൊന്നും ഇല്ലാതെ ഇപ്പൊ തന്നെ വേദനയൊക്കെ കുറഞ്ഞു. ഒന്നുമില്ല, നമ്മ പറഞ്ഞോ? ഇല്ല, അവര് പറഞ്ഞല്ലേ എന്തായാലും മണി ഡോക്ടറെ കാണാം. ഇല്ലെന്ന് ഉണ്ട്, പ്രശ്നമുണ്ട്. 2 ദിവസം കൂടി മുറിവെണ്ണിട്ട് ഞാൻ മാറാന്നുള്ള പ്രശ്നമുള്ളൂ. വേണമെങ്കിൽ കുറച്ച് ചൂട് കൂടെ പിടിക്കാം. അതൊന്നും ശരിയാവൂല. മുറിവെണ്ണ ഇട്ടാ അതൊന്നും പറ്റൂല. എന്തായിരുന്നാലും ഒന്ന് കാണാം, ഒന്ന് എക്സ്റേ. ഡോക്ടർ പറഞ്ഞല്ലേ, ഓർത്തോ ഡോക്ടറാണ് പറഞ്ഞത്. ഓർത്തോ ഡോക്ടർ കാശ് കിട്ടാൻ വേണ്ടി ഇങ്ങനെ പലതും പറയും. അയ്യോ, എന്തോ നമ്മ അങ്ങേര് ഫീസ് വളരെ തുച്ഛമായിട്ടാണ് പറയുന്നത്. നല്ല ഡോക്ടറാന്നാ ഞാൻ കേട്ടത്. അത് കുഴപ്പമില്ല, ഫീസിന്റെ കാര്യം നോക്കണ്ട, നമുക്ക് കാണിക്കാം. അത് നമുക്ക് പിന്നെ നോക്കാം, കുറഞ്ഞില്ലെങ്കിൽ പിന്നീട് പോവാം. അല്ല, പിന്നെ എന്ന് പറഞ്ഞ് കുറെ നേരമായി പറയാൻ തുടങ്ങി. അത് ഇപ്പൊ തന്നെ അതുപോലെ എന്നും അച്ഛൻ ഇങ്ങനെ ലീവ് എടുത്ത് നിൽക്കാൻ പറ്റുമോ? ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ പിന്നെ അതിനെ പറ്റി ചിന്തിക്കേണ്ട, നമുക്ക് പിന്നീട് ആലോചിക്കാം. എനിക്ക് ഭയങ്കര തലവേദന. ഉറങ്ങിട്ട് പോയിട്ട് അപ്പൊ തലയ്ക്ക് തന്നെ ഇടി കിട്ടി കാണും. ഇനി ന്യൂറോളജിയെ കൊണ്ട് കാണിക്കണം, MRI സ്കാനിങ് എടുക്കണം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെലവാണ് ഇനി. അമ്മ ഇപ്പൊ കൈവേദന, തലവേദന, കുറച്ച് കഴിയുമ്പോഴേക്കും നെഞ്ചുവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും MRI സ്കാനിങ്ങിന് 12,000 രൂപയെങ്കിലും ഞാനും ഇടാച്ച. പിന്നെ മണിക്കുട്ട മാമനെ അറിയിക്കണം. മാമനൊക്കെ അറിയിക്കണ്ടേ? വീട്ടിൽ വിളിച്ച് പറയണം, എന്തെങ്കിലും സംഭവിച്ചു പോയാലോ. രാമനെ കൂടെ വിളിക്കാം. എന്റെ കൈക്ക് ഒരു പ്രശ്നമില്ല. അതൊന്നും ഇല്ലാത്ത ഇപ്പൊ എന്റെ കൈക്ക് പ്രശ്നം വീണാനല്ലേ പ്രശ്നം വരുള്ളൂ. നീ വീണില്ലേ? 2 ദിവസമായിട്ട് വേദനയായിട്ട് അനുഭവിക്കല്ലേ? സത്യം പറയട്ടെ,
ഞാൻ ശരിക്കും വീണില്ല, ഞാൻ വീണതായിട്ട് അഭിനയിച്ചതാ. കണ്ടോ? തോന്നിയേ ഇല്ലായിരുന്നു. ഞാനിങ്ങനെ വെറുതെ ഇട്ടോണ്ട് നടക്കായിരുന്നു. ഞങ്ങൾക്ക് മനസ്സിലായതേ ഇല്ല. അഭിനയിച്ചതാണല്ലേ? രവിയേട്ടാ, അത് പിന്നെ രവിയേട്ടൻ എന്നോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കൊരു സംശയം ഇവരെ ഷീബയുടെ കാര്യമൊക്കെ കേട്ടപ്പോ. അപ്പൊ എന്റെ മനസ്സിൽ ആ ഒരു ടെൻഷൻ മാറ്റാനായിട്ട്, ആ ഒരു ക്വസ്റ്റ്യൻ മാറ്റാനായിട്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എന്റെ മനസ്സിൽ തോന്നിയ ബുദ്ധിയാണിത്. പരീക്ഷിച്ചത്. മണി, വല്ലവരുടെയും കാര്യം ഓർത്തിട്ട് ഈ പിള്ളേർ വല്ല തമാശ പറഞ്ഞ കേട്ടോണ്ട് നീ ഇങ്ങനെ ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഞങ്ങൾ വണ്ടികളാണെന്ന് അല്ല, വിചാരിച്ചല്ലേ? ഇപ്പൊ മനസ്സിലായ സ്നേഹമുണ്ടോ? രവിയേട്ടൻ എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് മനസ്സിലായി, എന്റെ മക്കൾക്കും എന്നോട് ഭയങ്കര സ്നേഹമാണെന്ന് മനസ്സിലായി. അയ്യോ, ഫോൺ കോളിലാണ് ഇവള് പൊക്കിയത്. പൊക്കിയാ? ഷീബാന്റെ വിളിച്ചില്ലേ? ഞാൻ കേട്ടായിരുന്നു. ഇവള് എന്നോട് വന്ന് പറഞ്ഞായിരുന്നു. അയ്യോ, അല്ല, ഞങ്ങളുടെ കാര്യം പോട്ടെ, അച്ഛൻ എങ്ങനെ മനസ്സിലായേ? അതാ, അത് മക്കളെ രാവിലെ ആഹാരം കഴിക്കുമ്പോ ഇവൾക്ക് ഞാൻ വാരി കൊടുത്തോണ്ടിരിക്കുമ്പോ ഞാൻ വെള്ളം എടുക്കാനായിട്ട് ഇടയ്ക്ക് പോയപ്പോ ഇവളെ എടുത്ത് കഴിക്കുന്നു. ഇത് മാറ്റിയിട്ട് ഞാൻ കണ്ടു. എന്നാ പിന്നെ അപ്പൊ തന്നെ ചോദിക്കാത്തത്? പിന്നെ പറഞ്ഞില്ല, എവിടം വരെ പോകുന്നു നോക്കാന്ന് വെച്ച്. പിന്നെ ഇവളത് എൻജോയ് ചെയ്യല്ലേ? തന്നെയാവല്ലേ, ഇവളാണെങ്കിലല്ലേ എല്ലാ പണിയും എപ്പോഴും ചെയ്യല്ലേ. അപ്പം ഈ 2 ദിവസം ഞാൻ ചെയ്യാലോ, അതിന് എനിക്കൊരു അവസരം കിട്ടിയല്ലോ. സ്നേഹം. അപ്പൊ ഒരു കാര്യം ഉറപ്പിക്കാല്ലോ അല്ലല്ലേ? അല്ല, എന്നെ ഡിവോഴ്സ് ചെയ്യൂലെന്ന്. ഡിവോഴ്സ് ചെയ്യാനാ? എങ്കിൽ പിന്നെ ഞാൻ ജീവിക്കണോ?